ബദാം പോപ്കോൺ അതിൽ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റും മറ്റേ ഡാർക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വരുന്നത്. ഗൈസ്, ക്വാളിറ്റി ഡിമാൻഡ്സ് റെസ്പെക്ട്. കേട്ടില്ലേ? അതാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാക്കിങ്ങും സംഭവങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ചോക്ലേറ്റ് ബദാം ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. നട്ടി ചോക്ലേറ്റ് പോപ്കോൺ എന്നാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത്. നമുക്കപ്പോൾ ഇത് അധികം സമയം കളയാണ്ട് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതേപോലുള്ള പ്രൊഡക്റ്റുകളുടെ റിവ്യൂസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട, ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് തുറന്ന് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇങ്ങോട്ട് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സ്വീറ്റ് സാൾട്ടി, സ്വീറ്റ് ആണോ സാൾട്ടി എന്നുള്ള സംശയത്തിന് നിൽക്കുന്ന പോലത്തെ സംഭവം കൊടുത്തിട്ടുള്ളത്. നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ എടുക്കാം കേട്ടോ. ഓക്കെ, കണ്ട. അപ്പോൾ പെട്ടിയുടെ ക്വാളിറ്റി പറയാലോ, അടിപൊളിയായിട്ട്. കണ്ടോ, നല്ല അടിപൊളി പെട്ടിയത്. നമുക്ക് തിന്നു കഴിഞ്ഞാലും വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം, വല്ല ഇട്ട് വയ്ക്കാനൊക്കെ. 250 MRPയും അതേപോലെ തന്നെ 150 ഗ്രാം ക്വാണ്ടിറ്റി ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇതേ കണ്ട, പോപ്കോണും ചോക്ലേറ്റ് സംഭവങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇതേ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റുകളിലേക്ക് എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തട്ടിയാ പോകുന്ന രീതിയിലല്ല, കാരണം എല്ലാം കൂടി ഫിക്സ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മൾ തട്ടി എടുക്കണം കേട്ടോ. ഇതേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബദാമിൻ്റെ പീസ് കിട്ടി. ബദാം ചോക്ലേറ്റ് ഒക്കെ ആയുള്ള ഒരു ബദാമിൻ്റെ പീസും കിട്ടിയിട്ടാ. നല്ല ക്രഞ്ചായിട്ടുണ്ട്. ഗൈസ്, ഇത് 250 രൂപ വാങ്ങിക്കണേന്നുള്ളത് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിലൊക്കെ എന്തോരം ബദാമ് കിടക്കണമെന്ന് അറിയൂ. ഗൈസ്, അതെ 250 രൂപ വാങ്ങിക്കണമെങ്കിൽ യാതൊരു തെറ്റും പറയാനില്ല. ഇതൊരു ഫാമിലി പാക്കാന്ന് എനിക്ക് തോന്നണേ. കാരണം ഇത് നിറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ഇനി പകുതി കിടക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതിൽ ബദാം എന്നൊക്കെ പറഞ്ഞതിനാണല്ലോ, വെറുതെ പേരിനൊന്നല്ല, കിട്ടുന്ന മൊത്തം ബദാം. അതെ കണ്ട, ബദാം കഴിച്ചപ്പോൾ എനിക്ക് ഒരു ഫീൽ മനസ്സിലായി. തുണി കഴിച്ചു നോക്കാം. ഈ സംഭവം തന്നെ എനിക്ക് തോന്നണേ. സോൾട്ടാണോ സ്വീറ്റ് ആണോ എന്നുള്ളൊരു സംശയം. കാരണം സ്വീറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, ചെറിയ സോൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ടേസ്റ്റ് നൈസാണ്, വേറെ ഒന്നും പറയാനില്ല. ഇത് കണ്ട, ഇതുപോലെ ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് പോപ്കോണുമ്പോഴാണ് ഈ ചോക്ലേറ്റ് മൊത്തം നിറഞ്ഞിരിക്കുന്നത്. PVR 4700 BC എന്ന് പറഞ്ഞുള്ള ഒരു ബ്രാൻഡിനാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഇത്ര നല്ല പ്രോഡക്റ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടാമെന്ന് എനിക്ക് അറിയാതെ കേട്ടോ. അടിപൊളി. ഗൈസ്, ഈ ഒരു സംഭവത്തിനുണ്ടല്ലോ ഞങ്ങൾ റേറ്റ് എന്ന് പറയുന്നത് 10ൽ 10 ആണ് കേട്ടോ. കാരണം ഇതിൽ ഇത്ര അധികം ബദാമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ പുറത്ത് ഈ ഒരു ബദാമിന്റെ ഫോട്ടോ കണ്ടപ്പോഴും നമ്മുടെ ഈ ഒരു റിവ്യൂസ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ 10ൽ 10 ഒരു പ്രൊഡക്റ്റിന് റിവ്യൂ കൊടുക്കുന്നത്. ടേസ്റ്റ് അടിപൊളി, ക്വാണ്ടിറ്റി അടിപൊളി, പാക്കിങ് അടിപൊളി. അപ്പോൾ ഇതൊക്കെ അടിപൊളിയുള്ള പ്രോഡക്റ്റിന് 10ൽ 10 റേറ്റിംഗ് കൊടുത്തില്ലെങ്കിൽ ഇത് നാളെ നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചാൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും എന്താ കൊടുക്കാണ്ട് നിങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വേണ്ടി മറക്കടിക്കോ. ഇനിയിപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചില്ലെങ്കിൽ ചെല്ലി പോയി വാങ്ങിച്ച് കഴിക്കാൻ നോക്കിയതൊക്കെ ചിലപ്പോൾ വല്ല ചെറിയ പാക്കറ്റ് കിട്ടുമായിരിക്കും. 250 രൂപ എടുക്കാൻ ഇല്ലെങ്കിൽ. നമ്മുടെ ടേസ്റ്റ് അടിപൊളിയാണ്. അടുത്തോട്ട് കാണാം.